ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 പേരുടെ രേഖാചിത്രം ഇതിനകം പുറത്തുവിട്ട് കഴിഞ്ഞു. അത് അന്വേഷണത്തിൽ നിർണായകമാകും. പ്രാദേശിക ബന്ധമടക്കം അന്വേഷിക്കുന്നുണ്ട്. അയൽ രാജ്യത്ത് നിന്ന് കിട്ടിയ സഹായവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളും ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു 4 പേരുടെ ചിത്രങ്ങൾ ഈ ഭീകരരാണ് എന്ന് മനസ്സിലാകുന്നു. 4 ഭീകരരുടെ ഫോട്ടോ നേരത്തെ രേഖാചിത്രമായിരുന്നുവെങ്കിൽ അവരുടെ ഫോട്ടോ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് പക്കൽ ആയുധങ്ങളുമായി നിൽക്കുന്ന നോക്കൂ സുഹൃത്തുക്കളെ, ഈ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാവരെയും തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യം അതിനെ നമ്പർ 1 ത്രെട്ടായിട്ട് തന്നെ കണ്ട് പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ കൊടുത്ത് ഇതിനെയൊക്കെ ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ടെററിസ്റ്റ് ആക്ച്വലി രാജ്യത്തിൽ ഉണ്ടാക്കുന്ന ത്രെറ്റ് രാജ്യത്തിന്റെ സമാധാനം ഇല്ലാക്കുക, ടൂറിസം മേഖല തകർക്കുക, രാജ്യത്തിന്റെ എക്കോണമിയെ തകർക്കുക, രാജ്യ സുരക്ഷയെ ബാധിക്കുക, ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം ഇല്ലാതാക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഹിറ്റ് ലിസ്റ്റിൽ, നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ടെററിസം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ സാധനം നമ്മൾ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നൊരു വസ്തുവാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ലൈക്ക് ഒരു 50% ഒക്കെ നമ്മൾ കുറച്ചൊരു അതിനെ നമ്മൾ എതിർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് 100 കൊടുത്ത് ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി അതിന് കൊടുത്ത് ഈ പാകിസ്ഥാനിൽ നിന്നോ ഏത് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യക്ക് ഇൻസൈഡ് ഉള്ളതോ ഔട്ട് സൈഡ് ഉള്ളതോ ആയിട്ടുള്ള ആൾക്കാരെ ഇന്ത്യക്കകത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് ഇതുപോലെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്ത് വെക്കണം. അത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, നമ്മുടെ എക്കോണമീനെ, നമ്മുടെ രാജ്യത്തിനെ വളരെ വലിയ രീതിയിൽ അത് ബാധിക്കും. ടെററിസ്റ്റ് ഗ്രൂപ്പ് പോലും ടെററിസം വളർന്നു വന്ന രാജ്യങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾ ഇപ്പോൾ നോക്കി, അവിടെ ഒന്നും ഒരു സമാധാനമില്ല. ഉദാഹരണം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നോക്കുക, അയൽ രാജ്യമാണ്. പാകിസ്ഥാന്റെ അവസ്ഥ നോക്ക്, ബംഗ്ലാദേശ് നോക്ക്. ഇവിടെയൊക്കെ ടെററിസം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ഒരു തരത്തിൽ പോലും സമാധാനമില്ല. ഇസ്രായേലും അതുപോലെ പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. എല്ലായിടത്തും ടെററിസ്റ്റിന്റെ ഒരു പങ്കുണ്ട്. തീവ്രമായിട്ടുള്ള ആൾക്കാരുണ്ട്, എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, മതമുണ്ട്. മെയിനായിട്ട് എല്ലാ മതത്തിലും എക്സ്ട്രീമിസ്റ്റുകളും ടെററിസ്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊപ്പഗണ്ട ഉള്ളതും ഏറ്റവും കൂടുതൽ ആക്ടിവിസ്റ്റുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസ് വഴി നമ്മൾ മുമ്പോട്ടൊക്കെ നോക്കുമ്പോഴും കാണുന്നതും ഇസ്ലാം മതം ബേസ് ചെയ്തിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. അതല്ലാതെയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ വളരെ സുലഭമായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ കൊന്നിട്ട് പോയ തീവ്രവാദികൾ അവരുടെ ആഗ്രഹം പോലെ ഉടനെ തന്നെ നമ്മുടെ ഫോഴ്സ് അവർക്ക് സ്വർഗത്തിലെ ഹൂറികളെയും മതത്തിന്റെ പുഴയും പാലിന്റെ വെള്ളവും ഒക്കെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഒരു നാഴിക്ക് മുന്നേ അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കേണ്ട, അവർ കൊടുത്തോളും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പേര് വന്ന് പറയും മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, പുര കത്തുമ്പോൾ വാഴ വെട്ടരുത്.